നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിലെ തോൽവിയിൽ നടപടി. DCC പ്രസിഡന്റിനെ നീക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരന്റെ തോൽവിയിൽ കോൺഗ്രസിൽ നടപടി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെയും UDF കൺവീനർ MP വിൻസെന്റിനെയും ചുമതലകളിൽ നിന്നും നീക്കും. ഇരുവരോട് രാജിവെക്കാൻ നിർദ്ദേശം നൽകി. പകരം പാലക്കാട് MP VK ശ്രീകണ്ഠന് ചുമതല നൽകാനാണ് തീരുമാനം. തൃശൂരിലെ സംഘടനയ്ക്കകത്ത് പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് നടപടി. അതേസമയം തൃശൂരിലെ തോൽവിയിൽ അന്വേഷണം നടത്താൻ ഉടൻ അന്വേഷണ കമ്മീഷനെ നിയമിക്കും. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മോഹൻലാലിന് ക്ഷണം. നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് ക്ഷണിച്ചു. താരത്തിന്റെ മറുപടി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നടൻ മോഹൻലാലിന് ക്ഷണം. നരേന്ദ്രമോദി നേരിട്ട് മോഹൻലാലിനെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ക്ഷണിച്ചു. എന്നാൽ പങ്കെടുക്കുന്നതിൽ മോഹൻലാൽ അസൗകര്യം അറിയിച്ചു. വ്യക്തിപരമായ അസൗകര്യം കാരണം എത്താനാകില്ല എന്നാണ് മോഹൻലാൽ അറിയിച്ചത്. കടൽ തീരത്ത് കളിക്കുന്നതിനിടെ എറിഞ്ഞ കല്ല് യുവാവിന്റെ ദേഹത്ത് കൊണ്ടു. 10 വയസ്സുകാരന് മർദ്ദനം. പള്ളിക്കരയിൽ 10 വയസ്സുകാരനെ മർദ്ദിച്ചതായി പരാതി. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ കല്ല് ദേഹത്ത് കൊണ്ടെന്നാരോപിച്ച് കടൽ തീരം കാണാനെത്തിയ യുവാവാണ് 10 വയസ്സുകാരനെ മർദ്ദിച്ചത്. ഇയാൾക്കെതിരെ നിസ്സാര കുറ്റം മാത്രം ചുമത്തി കേസെടുക്കാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ 2-ാം തീയതിയാണ് പള്ളിക്കരയിൽ താമസിക്കുന്ന 10 വയസ്സുകാരന് മർദ്ദനമേറ്റത്. കല്ലിങ്കൽ സ്കൂളിന് സമീപത്ത് വെച്ച് കളിക്കാനെടുത്ത കല്ലെറിയുമ്പോൾ കാലിൽ കൊണ്ട വിരോധത്തിൽ യുവാവ് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. മർദ്ദനമേറ്റ കുട്ടി മാനസികമായി തളർന്നതാണ് 10 വയസ്സുകാരന്റെ മാതാവിന്റെ പ്രതികരണം. ബേക്കൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തി യുവാവിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപണമുണ്ട്. ബാലനീതി നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് കുട്ടിയുടെ വീട്ടുകാർ. നീറ്റ് വിവാദം. സുപ്രീം കോടതിയെ സമീപിക്കാൻ രക്ഷിതാക്കൾ. നീറ്റ് പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയിട്ടും തുടർ പഠനം സാധ്യമാകുമോ എന്ന ആശങ്കയിൽ വിദ്യാർത്ഥികൾ. ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിനൊപ്പം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അധ്യാപകരും രക്ഷിതാക്കളും. ഗ്രേസ് മാർക്കിലൂടെ റാങ്ക് ലിസ്റ്റ് കയറിപ്പറ്റിയവർ ഉയർന്ന മാർക്ക് വാങ്ങിയ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. അനധികൃത ഗ്രേസ് മാർക്കിനെതിരെ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. കഴിഞ്ഞ തവണ 2 പേർ മാത്രം മുഴുവൻ മാർക്ക് നേടിയപ്പോൾ ഇത്തവണ അത് 67 വർദ്ധിച്ചു. ഇതിൽ 7 പേർ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവർ. ഈ അസ്വാഭാവികതയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദ്യം ചെയ്യുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. കേന്ദ്രമന്ത്രിസ്ഥാനം അനിശ്ചിതത്വത്തിൽ. സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തന്നെ തുടരുന്നു. തൃശൂർ നിയുക്ത MP സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. 4 സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും ക്യാബിനറ്റ് റാങ്കിൽ ചുമതലയേറ്റാൽ സിനിമകൾ മുടങ്ങുമെന്നും BJP കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചതായാണ് വിവരം. സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തുടരുകയാണ്. അതേസമയം കേന്ദ്രമന്ത്രിയാകാൻ സുരേഷ് ഗോപിയിൽ BJP നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.